വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ നിലയിൽ ദൈവവചനം ശ്രദ്ധിപ്പാൻ കർത്താവ് ഇങ്ങനൊരു അവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ചില നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്കറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ നാളുകളിലൊക്കെ ഈ നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ ചില നാളുകളായി ഈ നിലയിൽ സൂമിലോ അല്ലെ ഗൂഗിൾ മീറ്റിലോ ശുശ്രൂഷ ചെയ്തിട്ട് ചില മാസങ്ങൾ തന്നെയായി. അതുകൊണ്ട് നെറ്റിൻ്റെ ഒരു അല്പം പ്രോബ്ലം എനിക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സിഗ്നൽ അല്പം മോശമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആ നിലയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പല ഭവനങ്ങളിൽ ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന ഒത്തിരിയും സഹോദരന്മാരുണ്ട്. പ്രത്യേകം എൻ്റെ നന്ദിയും സ്ഥലം സഭയെ അറിയിക്കുകയാണ്. ഇങ്ങനൊരു ശുശ്രൂഷ നിലനിൽക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള അനേക പ്രിയപ്പെട്ടവർക്കൊക്കെ ഭവനത്തിലിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ ഇപ്പോൾ നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കഴിഞ്ഞ നാളുകൾ അനേക ദൈവദാസന്മാരിലൂടെ ആ നിലയിലുള്ള വചന പഠനം ദൈവമക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പുതിയ നിയമസഭയുടെ പ്രത്യേകതകൾ എന്നൊരു വിഷയമാണ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 ക്ലാസ്സുകളിലായിട്ടുള്ള ഒരു പഠനമാണ്. വിശദീകരിച്ചുള്ള ഒരു പഠനമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. എങ്കിലും ഈ വിഷയം ഒരു പ്രാവശ്യം കൂടെ നാം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കാണുവാനും അല്പം കൂടെ ദൈവസഭയോടുള്ള നമ്മുടെ ആഗ്രഹവും വർദ്ധിച്ചു വരുവാനൊക്കെ കർത്താവ് ഈ ഒരു വചന പഠനം മുഖാന്തരമായി തീരട്ടെ. പുതിയ നിയമ സഭ എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വിഷയമാണ്. സഭ എന്നുള്ളൊരു പദം 115 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 115 പ്രാവശ്യം ഈ സഭ എന്നുള്ള പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 109 പ്രാവശ്യവും ഈ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. 109 പ്രാവശ്യവും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ധർമ്മസഭ, മരുഭൂമിയിലെ സഭ അല്ലെങ്കിൽ ജനസംഘം എന്ന നിലയിലൊക്കെ 6 പ്രാവശ്യം ആ പദം വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സഭാ തത്വശാസ്ത്രം എന്നുള്ളത് സഭയെക്കുറിച്ചുള്ള ഒരു വിശദീകരിച്ചുള്ള പഠനമാണ്. എക്ലീഷിയോളജി എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്. സഭയെക്കുറിച്ചുള്ള ആ പഠനത്തിനാണ് സഭാ തത്വശാസ്ത്രം അല്ലെങ്കിൽ എക്ലീഷിയോളജി എന്ന് നാം പറയുന്നത്. സഭ എന്നുള്ളത്, പുതിയ നിയമസഭ എന്നുള്ളത് പുതിയ നിയമത്തിൽ നാം കാണുന്ന ഒരു വിഷയമാണ്. ഈ സഭയെക്കുറിച്ചുള്ള ആദ്യ പ്രവചന വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സിൻ്റെ പ്രാരംഭമായി തന്നെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 18. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഈ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള ഒരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം, ഇത് കർത്താവ് തന്നെ പറയുന്ന വാക്കുകളാണ്. തൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിനോടാണ് കർത്താവ് ഈ വേദഭാഗം ഉദ്ധരിക്കുന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പണിതു എന്നല്ല, പണിയുവാൻ പോകുന്നു. ഒരു ഭാവി കാലത്തിലാണ് കർത്താവ് ആ വിഷയം അവിടെ ഓർമ്മിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പം സഭയെക്കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ആദ്യ പ്രവചന വാക്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കാണുന്നത്. അപ്പം സഭ എന്നാൽ എന്തല്ല എന്നുള്ള വിഷയം ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. സഭ എന്നാൽ എന്ത് അല്ല എന്നുള്ളതാണ്. അതിൽ ഒന്ന്, ഇസ്രായേലിന് കൊടുത്ത ഒരു പുതിയ പേരല്ല സഭ എന്നുള്ളത്. അതായത് പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയാണ്
പുതിയ നിയമത്തിലെ സഭയെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ സഭ എന്നാൽ എന്തല്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇസ്രായേലിന് കൊടുത്ത ഒരു പുതിയ പേരോ ഇസ്രായേലിൻ്റെ ഒരു പിന്തുടർച്ചയോ അല്ല സഭ എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ പദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നു. ആ ജാതിക്ക് ഒരു തുടക്കമുണ്ട്, ആ ജാതിക്ക് ഒരു വളർച്ചയുണ്ട്, ആ ജാതിക്ക് ഒരു ഭാവിയുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതിയാണ്. സഭയും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതിയാണ്. സഭയ്ക്കും ഒരു തുടക്കമുണ്ട്, സഭയ്ക്കും ഒരു വളർച്ചയുണ്ട്, സഭയ്ക്കും ഒരു ഭാവിയുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയായി പുതിയ നിയമത്തിൽ അറിയപ്പെടുന്ന ഒന്നല്ല പുതിയ നിയമസഭ എന്നുള്ളത്. ആരെങ്കിലും ഇന്ന് രാത്രി, പ്രത്യേകിച്ച് നമ്മുടെ മധ്യത്തിൽ, അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നാം വളരെ ഗൗരവത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ എന്നുള്ളത്. നമുക്കറിയാം, ഇത് രണ്ടിനും രണ്ട് തുടക്കമാണ്. ഇസ്രായേലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ് ഇസ്രായേൽ എന്ന ജാതിയുടെ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ആ തുടക്കം നാം കാണുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനത്താലാണ് സഭയുടെ രൂപീകൃതം അല്ലെങ്കിൽ സഭ സ്ഥാപിതമാകുവാൻ ഇടയായത്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് വ്യത്യസ്ത നിലയിലുള്ള ഒരു തുടക്കം ഉള്ളത്. ഇനി അത് മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രവും ഒരു ജാതിയുമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം, ഇസ്രായേൽ ഒരു രാഷ്ട്രവും ഒരു ജാതിയുമാണ്. സഭ എന്ന് പറഞ്ഞാൽ വിവിധ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അപ്പം ഒന്ന്, ഇസ്രായേലിൻ്റെ തുടക്കം അത് അബ്രഹാമിൽ നിന്നാണ്, അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ്. സഭയുടെ തുടക്കം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനത്താലാണ്. അപ്പം ഇത് രണ്ടും രണ്ടാണ്. രണ്ടിനും രണ്ട് വ്യത്യസ്ത നിലയിലുള്ള തുടക്കമാണുള്ളത്. ഇനി രണ്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രവും ഒരു ജാതിയുമാണ് ഇസ്രായേൽ. ഇനി സഭ എന്ന് പറയുമ്പോൾ വിവിധ ജാതികളിൽ നിന്നും വിവിധ ഭാഷകളിൽ നിന്നും വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വ്യത്യാസം, ഇസ്രായേലിലെ അംഗത്വം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ അംഗത്വം അത് സ്വാഭാവികമായ ജനനത്താലാണ് അംഗത്വം ലഭിക്കുന്നത്. സ്വാഭാവികമായ ജനനത്താൽ അംഗത്വം ലഭിക്കുന്നു. എന്നാൽ സഭയോ ആത്മീക ജനനത്താലാണ് സഭാംഗത്വം ലഭിക്കുന്നത്. അപ്പം ഇസ്രായേൽ സ്വാഭാവികമായ ജനനത്താൽ അംഗത്വം ലഭിക്കുമ്പോൾ സഭയുടെ അംഗത്വം സ്വാഭാവികമായ ജനനത്താൽ അല്ല, ആത്മീക ജനനത്താലാണ് ഒരു സഭയുടെ അല്ലെങ്കിൽ സഭാംഗത്വം ലഭിക്കുന്നത്. അപ്പം ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതിൻ്റെ ചില തെളിവുകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും 4, ഇത് രണ്ടിനും രണ്ട് ഭാവിയാണ് ഉള്ളത്. രണ്ട് വ്യത്യസ്ത നിലയിലുള്ള ഭാവിയാണ് സഭയോടുള്ള ബന്ധത്തിലും ഇസ്രായേലിനുള്ള ബന്ധത്തിലുമുള്ളത്. സഭ കാത്തിരിക്കുന്നത് മണവാളനായി യേശുക്രിസ്തു വരുന്നു എന്നുള്ളതാണ്. സഭയുടെ ആ പ്രത്യാശ എന്ന് പറയുന്നത്, സഭയുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് മണവാളനായ ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇസ്രായേൽ അവരുടെ മശിഹ, അവരുടെ രാജാവിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടിനും രണ്ട് വ്യത്യസ്ത നിലയിലുള്ള ഭാവിയാണ് ഉള്ളത്. അതുകൊണ്ട് സഭ എന്നാൽ എന്തല്ല എന്ന് പറയുമ്പോൾ, ഒന്ന്, പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയോ ഇസ്രായേലിന് കൊടുത്ത ഒരു പുതിയ പേരോ അല്ല സഭ എന്നുള്ളത്. അതിൻ്റെ 3-4 തെളിവുകൾ മാത്രമാണ് നാം കണ്ടത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ വിളിയോടുകൂടി ആരംഭിക്കുന്നു. സഭ പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനത്താൽ സഭയുടെ സ്ഥാപിതം ആകുന്നു. 2, ഇസ്രായേൽ ഒരു രാഷ്ട്രവും ഒരു ജാതിയുമാണ്. സഭ എന്ന് പറയുമ്പോൾ വിവിധ ജാതികളിൽ നിന്നും വിവിധ ഭാഷകളിൽ നിന്നുള്ളവരുടെ കൂട്ടമാണ്. ഇസ്രായേൽ സ്വാഭാവികമായ ജനനത്താൽ അംഗത്വം ലഭിക്കുന്നു. സഭ എന്ന് പറയുമ്പോൾ ആത്മീക ജനനത്താൽ അംഗത്വം ലഭിക്കുന്നു. ഇസ്രായേലിൻ്റെ ഭാവി അവരുടെ മശിഹ രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നു, അല്ലെങ്കിൽ രാജാവായി വരുന്നു. സഭയോടുള്ള ബന്ധത്തിൽ സഭയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ മണവാളനായ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. മണവാളന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ് സഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത്.
ഇനിയും സഭ എന്നാൽ എന്തല്ല എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സൗധമോ ഒരു സാമുദായികമായ സംഘടനയോ ഇതൊന്നുമല്ല സഭ എന്ന് പറഞ്ഞാൽ. സഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാമുദായികമായ സംഘടനയല്ല, പേരുകൊണ്ട് ക്രിസ്ത്യാനികളായവരുടെ ഒരു കൂട്ടമല്ല, ഒരു കെട്ടിടമല്ല, ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കെട്ടിടമോ ഇതൊന്നുമല്ല സഭ എന്ന് പറഞ്ഞാൽ. സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നാം അടുത്തതായി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്തല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ കാണുന്ന ഒന്നുമല്ല സഭ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ പിന്തുടർച്ചയായി നിലനിൽക്കുന്ന അല്ല സഭ എന്ന് പറയുന്നത്. കേവലം ഒരുമിച്ച് കൂടുന്ന ഒരു കെട്ടിടമോ അങ്ങനെയുള്ള ഒരു കെട്ടിടമല്ല സഭ എന്ന് പറയുന്നത്. ഒരു സാമുദായികമായ സംഘടനയല്ല സഭയെന്ന് പറയുന്നത്. പേരുകൊണ്ട് ക്രിസ്ത്യാനികളായവരുടെ കൂട്ടം ഇതൊന്നുമല്ല സഭ എന്ന് പറയുമ്പോൾ. എന്നാൽ സഭ എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. എന്താണ് സഭ എന്ന് പറയുമ്പോൾ? പുതിയ നിയമസഭയുടെ സവിശേഷതകളാണല്ലോ നമ്മൾ ചിന്തിക്കുക. കാരണം പ്രാരംഭത്തിൽ സഭ എന്നുള്ള വിഷയം വളരെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സഭ എന്നുള്ളത്. എന്താണ് സഭ? 2-3 കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭ എന്നാൽ എന്താണ്? അതിൽ ഒന്ന്, പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവം തന്റെ ജനത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് അത് തന്നെ ആ വായിച്ച വേദഭാഗത്തു തന്നെ അതിന്റെ ഉത്തരമുണ്ട്. സഭ എന്നാൽ എന്താണ് എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം നാം വായിച്ച വേദഭാഗത്തുണ്ട്. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ എടുക്കുവാൻ പ്രസാദം തോന്നി. അതായത് ആ ആശയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജാതികളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. എന്താണ് സഭ? അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത്. പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഈ വിഷയം പറയുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ സഭ എന്ന പദം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദം തന്നെയാണ്. എക്ലീഷ്യ എന്ന പദമാണ് ഉപയോഗിച്ചുള്ളത്. എക്ലീഷ്യ എന്ന പദമാണ് ഈ സഭ എന്നുള്ളതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് പദം എന്ന് പറയുന്നത്. ഈ എക്ലീഷ്യ 2 പദങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ്. എക്ലീഷ്യ എന്ന് പറയുമ്പോൾ 2 പദങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ്. ഒന്ന് യക് എന്നും 2 കാലയോ എന്നുമുള്ളതാണ്. ഒന്ന് യക് എന്നും 2 കാലയോ എന്നുള്ളതാണ്. യക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അല്ലെങ്കിൽ വേർതിരിച്ചത്. കാലയോ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. യക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അല്ലെങ്കിൽ വേർതിരിച്ചത്. കാലിയോ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അതായത് പുതിയ നിയമസഭയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചുള്ള പദം എക്ലീഷ്യ എന്ന പദമാണ്. ആ എക്ലീഷ്യ എന്ന പദം 2 പദങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ്. യക് എന്നും കാലിയോ എന്നും. യക് എന്നും KALEO കാലിയോ എന്നുള്ള 2 പദങ്ങൾ. അതിൽ കാലിയോ എന്ന് പറഞ്ഞാൽ വിളിച്ചത്, യക് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചത് അല്ലെങ്കിൽ പുറത്തേക്ക്. എന്താ അതിൻ്റെ ആശയം? വിളിച്ച് പുറത്താക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത്. അത് നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ജനനത്താൽ അംഗത്വം ഇസ്രായേലിന് ലഭിക്കുമ്പോൾ, സഭ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ജനനത്താൽ അംഗത്വം ലഭിക്കുന്ന ഒന്നല്ല, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആത്മീക ജനനത്താലാണ് അംഗത്വം ലഭിക്കുന്നത്. അത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ആര് വിളിക്കും എന്നുള്ളത്. ആര് വിളിക്കും? ഇന്ന് രാത്രി പറയട്ടെ, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. കർത്താവേ എന്ന് വിളിച്ചിറങ്ങുന്നവരുടെ കൂട്ടമല്ല,
കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. നമുക്കറിയാം, പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലാണല്ലോ സഭയുടെ പിറവി നാം കാണുന്നത്. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലാണ്. പ്രത്യേകിച്ച് 14 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുക. പത്രോസിന്റെ വലിയൊരു പ്രഭാഷണം ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് പത്രോസ് സംസാരിക്കുന്നത്. അതിൻ്റെ 37-ാം വാക്യത്തിൽ വരുമ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതായത് ഇത് കേട്ടിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം, ഏത് കേട്ടിട്ട്? അതിന് തൊട്ട് മുൻപുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ 23-ാം വാക്യത്തിലൊക്കെ ഉണ്ട്, നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്ന അതുപോലെ നസ്രയനായ യേശു, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. അതായത് പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങ് വരച്ചു കാട്ടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആ രക്ഷണീയ പ്രവൃത്തിയെ വരച്ചു കാട്ടുകയാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. ഇത് കേട്ടിട്ട് ഈ വചനം, പത്രോസ് സംസാരിക്കുന്ന വചനം കേട്ട് അനേക ആളുകളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ ഇടയായി. ഇത് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ പത്രോസിനോടും അപ്പോസ്തലന്മാരോടും സഹോദരന്മാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് അവിടെ ഹൃദയത്തിൽ അങ്ങ് കുത്തുകൊള്ളുകയാണ്, വചനം കുത്തുകൊള്ളുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? നാം താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പത്രോസ് പറയുകയാണ്. അങ്ങനെ നാം താഴോട്ട് വരുമ്പോൾ ഈ വാക്ക് കൈക്കൊണ്ടു, അല്ലെങ്കിൽ ഏകദേശം 3000-ഓളം ആളുകൾ രക്ഷിക്കപ്പെടുവാനിടയായി, വിളിച്ച് വേർതിരിക്കപ്പെടുവാനിടയായി. പെന്തക്കോസ്ത് പെരുന്നാളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആയിരങ്ങൾ യെരുശലേമിൽ വന്നിട്ടുണ്ട്. ആ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഒരു ന്യൂനപക്ഷത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുകയാണ്. ഈ വചനം കേട്ടപ്പോൾ ചിലരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. 3000-ഓളം ആളുകൾ അവരുടെ നടുവിൽ നിന്ന് വേർതിരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആര്? ആ കുത്തുകൊണ്ടു എന്ന് പറയുമ്പോൾ കർത്താവിനാൽ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുക. ആ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുക. വചനം ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അവർ വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ ഇടയായി. നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, അതും കർത്താവ് തന്നെ പറയുന്ന വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10. തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നാ വായിക്കുന്നത്. ഇന്ന് രാത്രി പല ഭവനങ്ങളിലിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ പറയട്ടെ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ഇടയായി. തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. കേവലം ദൈവത്തെ വിളിച്ച് ഇറങ്ങിയവരുടെ കൂട്ടമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തില് ഇതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരിയും ആശയങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തില് വലിയൊരു വാക്യമാണ്. പക്ഷെ അവിടെയും നാം വായിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നാണ്. അതായത് തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇപ്പം ഇലക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് ചിലരെ ജനം തിരഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ആരെയാ കർത്താവ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് കണ്ട പദ്ധതിയാണ് എങ്കിലും ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെയൊന്ന് പറയട്ടെ. ഈ കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ, ഈ ഒരു വലിയ വിശ്വാസം, ഈ വിലയേറിയ വിശ്വാസത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ വേണ്ടി
കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമ്മളതിൻ്റെ ഗൗരവം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. കേവലം ഇറങ്ങിത്തിരിച്ചവരുടെ കൂട്ടമല്ല ദൈവസഭ എന്ന് പറയുന്നത്, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവയെ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. അത് ഇത്രയും ഒരു ആശയമേ അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ. ഈ തൊഴുത്ത് എന്ന് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ തൊഴുത്ത് യഹൂദന്മാരോടാണല്ലോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. കർത്താവ് അവിടെ സംസാരിക്കുന്നത്. യഹൂദ ജനത്തോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഈ തൊഴുത്തെന്ന് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. എന്നാൽ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ, ഇന്ന് രാത്രി പറയട്ടെ, ആ വേറെ ആടുകൾ എന്ന് പറയുന്നതാണ് കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം എന്ന് പറയുന്നത്. ആ വേറെ ആടുകളാണ് കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും വേറെ ആടുകൾ എന്ന് പറയുമ്പോൾ നാം കർത്താവിൻ്റെ വകയാണ്, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കുള്ള ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വം. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് നാം അവിടെ വായിക്കുന്നുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. പുതിയ നിയമത്തിലെ സഭയെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു, പുത്രൻ മുഖാന്തരം ഒരുക്കിയ വലിയൊരു പദ്ധതിയാണത്. ആ പുത്രൻ മുഖാന്തരം ഒരുക്കിയ ആ പദ്ധതിയില് പുതിയ നിയമ സഭ എന്ന് പറയുമ്പോൾ ആ സഭ കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ അവരതനുസരിച്ച് ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത്. പഴയ നിയമത്തില് ഇസ്രായേൽ, അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അതിന്റെ തുടക്കം. ആ ഒരു ജാതിയുടെ, ആ ഒരു രാഷ്ട്രത്തിന്റെ തുടക്കം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അബ്രഹാമിനെ 12-ന്റെ 1-ാം വാക്യം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ വിട്ടു പുറപ്പെടുക എന്നുള്ളതാണ്. നീ വിട്ട് പുറപ്പെടുക. ആ തുടക്കത്തിൽ തന്നെ വിട്ടു പുറപ്പെടാണ്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം എന്ത് ചെയ്തു? വിട്ടു പുറപ്പെടുവാൻ ഇടയായി തീർന്നു. ഇനി അബ്രഹാം വിട്ടു പുറപ്പെട്ടു എന്ന് മാത്രമല്ല, നാം മുൻപോട്ട് വരുമ്പോൾ അബ്രഹാം തൻ്റെ തലമുറ, വാഗ്ദത്ത സന്തതി ഇസ്ഹാക്ക്, ആ ഇസ്ഹാക്ക്, അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയുമുണ്ട്, വെപ്പാട്ടികളുടെ സന്തതികളുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. അബ്രഹാം എന്ത് ചെയ്യാണ്? തന്റെ മരണത്തിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യത്തില് വെപ്പാട്ടികളുടെ സന്തതികളിൽ നിന്ന് വാഗ്ദത്ത സന്തതിയെ വേർപെടുത്തുകയാണ്. അബ്രഹാമിനറിയാം ദൈവത്തിന്റെ നിയോഗം മുൻപോട്ട് പോകേണ്ടത് വെപ്പാട്ടികളുടെ സന്തതിയിലൂടെയല്ല, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിലൂടെയാണ്. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് വെപ്പാട്ടികളുടെ സന്തതികളോടുകൂടെ ഇടകലർന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്വം മുൻപോട്ട് പോവുകയില്ല എന്നുള്ളത് അബ്രഹാം തിരിച്ചറിഞ്ഞ് തന്റെ നിര്യാണത്തിന് മുൻപ്, അബ്രഹാമിന്റെ മരണത്തിന് മുൻപ് വെപ്പാട്ടികളുടെ സന്തതികളിൽ നിന്ന് അബ്രഹാം തന്റെ വാഗ്ദത്ത സന്തതിയെ വേർപെടുത്തുകയാണ്. നാം മുൻപോട്ട് പോകുമ്പോൾ ആ വിഷയം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ ജനത്തോട് പറയുന്ന ആ ദൂതെന്ന് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ എൻ്റെ പ്രത്യേക, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്, നിങ്ങളെ ജാതികളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണല്ലോ നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം എന്നാണ്. തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ ഒന്നും പടയെടുക്കുവാൻ പോകരുത്, അവരെ ഞെരുക്കുവാനൊന്നും പോകരുത്, അവരോട് മത്സരിക്കുവാനൊന്നും നിങ്ങൾ പോകരുത്. കാരണം നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തതാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ജാതികളെ പോലെ ആയി തീരരുത്, ജാതികളോട് നിങ്ങൾ ഇടകലരുത്.
പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ഇടകലർന്നു പോകരുത്, ഇടകലർന്നു പോകരുത്, ഇടകലർന്നു പോകരുത് എന്നുള്ളത്. എന്നാൽ എന്ത് സംഭവിച്ചു? അവർക്ക് പരാജയം സംഭവിച്ചു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ അത് കാറ്റിൽ പറത്തിക്കളയുവാൻ ഇടയായി. കൊടുക്കേണ്ട ഗൗരവം അവർ കൊടുത്തില്ല. വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു. ജാതികളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടമാണ്. അബ്രഹാമിലൂടെ ദൈവം അനുഗ്രഹിച്ച ഒരു കൂട്ടമാണ്. ദൈവത്തിന്റെ വാഗ്ദത്വം അനുഭവിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ജാതികളുടെ നടുവിൽ ഉയർത്തി കാണിക്കേണ്ട, ദൈവത്തെ മുറുകെ പിടിക്കേണ്ട ഒരു കൂട്ടമായിരുന്നു ഇസ്രായേൽ. എന്നാൽ നമുക്കറിയാം, അവർ മുൻപോട്ട് വന്നപ്പോൾ ഇടകലർന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ച് മരത്തിന്റെ മുൻപിൽ വീണ്, കല്ലിന്റെ മുൻപിൽ വീണ് അവർ ദൈവത്തെ മറന്നു കളയുവാൻ ഇടയായി. പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഈ ജനത്തെക്കുറിച്ച് പറയുന്നത് അവർ ജാതികളുമായി ഇടകലർന്നു എന്നാണ് നാം കാണുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് തൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുത്തതാണ് ദൈവസഭ എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നാം ആരും ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം എന്നെയും നമ്മെ ഓരോരുത്തരെയും സ്നേഹിപ്പാൻ ഇടയായി. ഞാൻ ദൈവത്തെ സ്നേഹിച്ചതായിരുന്നെങ്കിൽ അതിന്റെ വലിയ പ്രാധാന്യം ഈ നിലയിൽ ഉണ്ടാകില്ലേ. ദൈവം എന്നെ സ്നേഹിപ്പാൻ ഇടയായി. അയോഗ്യതകൾ മാത്രമുള്ള, യോഗ്യതകൾ ഒന്നുമില്ലാതെ അന്ധകാരത്തിൽ കിടന്ന നിത്യ നരകമെന്ന ഭയാനകമായ ശിക്ഷാവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട പിശാചിന്റെ സന്തതിയായ എന്നെ ദൈവം സ്നേഹിപ്പാൻ ഇടയായി. ഇന്ന് രാത്രി ഇതൊക്കെയാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ യോഗ്യതകൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചു എന്ന് മാത്രമല്ല, എന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, എന്നെ വേറെ ആടുകളുടെ കൂട്ടത്തിൽ ദൈവം ആക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെയെന്ന് പറയട്ടെ. വാസ്തവത്തിൽ പുതിയ നിയമസഭ എന്ന വിഷയമൊക്കെ നാം പഠിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ വസ്തുത, കർത്താവെ, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. വെറുതെ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയല്ല, പാരമ്പര്യമായിട്ട് ഇനി വന്ന വ്യക്തിയല്ല, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് നാം വായിക്കുന്നു. ലോകം നമ്മെ പകയ്ക്കുവാൻ ഇടയായിത്തീരുന്നു. വാസ്തവത്തിൽ ഈ നാളുകളിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ, നമ്മുടെയൊക്കെ ഓരോ വ്യത്യസ്ത നിലയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ലോകം നമ്മളെ പകയ്ക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. നാം ആരാണ്? വേർതിരിക്കപ്പെട്ടവരാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്, കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്. സഭ എന്നാൽ എന്താണ് എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത്. ഇനി അതിനോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ വിഷയത്തിലേക്ക്, എന്താണ് സഭ? അതിൽ 2 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം മുമ്പേ വായിച്ച വാക്യമാണ്. അതിൽ ഒരു ആശയം മാത്രം എടുക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്താണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം. നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശിക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, സ്വന്തം ജനം. ഒത്തിരിയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, പിന്നെ സ്വന്ത ജനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലും അതേ ഒരു ആശയം നാം അവിടെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ സ്വന്ത ജനമാണ്. എന്താണ് പുതിയ നിയമസഭ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സഭ എന്നാൽ എന്താണ്? ഒന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇറങ്ങി വന്നവരുടെ കൂട്ടം എന്നല്ല, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ. ആര്? കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത്. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടെ വേണം നാം ദൈവസഭയിൽ നിൽക്കുവാൻ. കർത്താവെ, ഞാൻ ഇറങ്ങി വന്ന ഒരു വ്യക്തിയല്ല,
ഞാൻ വെറുതെ കയറി വന്നൊരു വ്യക്തിയല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവനും സകലത്തിന്റെ സൃഷ്ടിതാവുമായ സാക്ഷാൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള ആ ബോധ്യം നമ്മെ ഭരിക്കുക. 2, കർത്താവെ, ഇന്ന് ഭൂമിയിൽ സ്വന്തമെന്ന് പറയുവാൻ കർത്താവിനുള്ളത് ദൈവസഭ മാത്രമാണ്. അപ്പം ഈ ദൈവസഭ, സഭ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഭൂമിയിൽ കർത്താവിന് സ്വന്തമെന്ന് പറയുവാൻ ഉള്ളത് ദൈവസഭ മാത്രമാണ്. അതത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. നമ്മളൊക്കെ ഈ ഭൗതിക ബന്ധങ്ങൾ ആരെങ്കിലുമൊക്കെ ഉയർന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കും. ആ ആളിൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ ആ ആളിൻ്റെ കുടുംബത്തിലുള്ള ആളാണ്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആ ആള് പാർക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത ഒരു അയൽവാസി, ഇങ്ങനെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. എന്നാൽ ഇത് രാത്രി ഒരു വിഷയം പറയട്ടെ. കർത്താവ് ഇന്ന് ഭൂമിയിലോട്ട് നോക്കിയിട്ട്, കർത്താവ് ഈ ഭൂമിയിലോട്ട്, അവൻ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ കുനിഞ്ഞു നോക്കുന്നു എന്ന് നാം വായിക്കുന്നല്ലോ. കർത്താവ് ഇന്ന് ഭൂമിയിലേക്ക് തൻ്റെ കണ്ണുകളൊന്ന് ഓടിക്കുമ്പോൾ കർത്താവിന് പറയുവാനുള്ളത് ഒറ്റ ഉത്തരമേ ഉള്ളൂ: എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഇന്ന് ഭൂമിയിൽ ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭ മാത്രമാണ്. ദൈവത്തിൻ്റെ സഭ മാത്രമാണ്. അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുവാൻ ഇടയാകണം. കാലങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നു, തലമുറകളൊക്കെ മാറി മാറി വരുന്നു. വിശ്വാസത്തിലേക്ക് വന്ന ആ കാലഘട്ടം കഴിഞ്ഞ് അനേക തലമുറകളൊക്കെ മുൻപോട്ട് വരുന്നതിനനുസരിച്ച് കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനുള്ള ഭയവും കർത്താവിനോടുള്ള ബഹുമാനവും ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. ദൈവസഭയോടുള്ള താല്പര്യം, ദൈവസഭയോടുള്ള ആത്മാർത്ഥത ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. പക്ഷേ കർത്താവ് ഇന്ന് ഭൂമിയിലേക്ക് നോക്കിയിട്ട് എന്നോട് എൻ്റെ കർത്താവിനെ പറയുവാനുള്ളത്: മകനെ എബി, നീ എൻ്റെ സ്വന്തമാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്കും തിരിച്ചത് പറയുവാനിടയായി തീരുമോ? കർത്താവേ, എനിക്ക് അനേക സ്വന്തക്കാരുണ്ട് എങ്കിലും, സ്വന്തമെന്ന് പറയുവാനൊക്കെ എനിക്ക് പലതുണ്ട് എങ്കിലും, അവരെക്കാളെല്ലാം ഉപരിയായി ഏറ്റവും അധികമായി ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ് എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ടിടയായി തീരുമോ? പഴയ നിയമത്തിലെ ഇസ്രായേലിനെ കുറിച്ച് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 31-ാം അധ്യായം, ഇങ്ങനെയുള്ള അധ്യായങ്ങളിലൊക്കെ ആവർത്തിച്ച് അവരെക്കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്: നിങ്ങൾ എൻ്റെ സ്വന്തം ജനം എന്നുള്ളതാണ്. കർത്താവ് ഇസ്രായേലിനോട് പറയുക, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. എന്താ അത് പറയാൻ കാരണം? ചുറ്റുപാടുമുള്ള ജാതികളുടെ നടുവിൽ ദൈവത്തിന്റെ സ്വന്തമാണ് ഈ ഇസ്രായേൽ എന്നുള്ള സാക്ഷ്യത്തിനനുസരിച്ച് വേണം അവർ ജീവിക്കുവാൻ. അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തികളും അവരുടെ അധ്വാനവും അവരുടെ നാവിൽ നിന്ന് വരുന്നതും അവരുടെ ഓരോ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഇവർക്ക് സ്വന്തമെന്ന് പറയുവാന് അവരുടെ ദൈവമല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളത് ലോകം തിരിച്ചറിയണം. പക്ഷെ അവരും അത് പരാജയപ്പെട്ടു. ഇന്ന് കർത്താവിന് സ്വന്തമെന്ന് പറയുവാനായിട്ടുള്ളത് കോട്ടയത്തോ പത്തനംതിട്ടയിലോ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമാകട്ടെ, തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത ദൈവസഭ മാത്രമാണ്. അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ആ മഹത്വം തിരിച്ചറിയണം. കർത്താവേ, നിന്റെ സ്വന്തമാണ് ഞാൻ. കർത്താവ് നീതിമാന്മാർക്കും മഴ കൊടുക്കും, ദുഷ്ടന്മാർക്കും മഴ കൊടുക്കും. അതെല്ലാം കർത്താവ് ചെയ്യാറുണ്ട്. പക്ഷേ കർത്താവിനോട് ചോദിക്കാം, ആഹാരം കർത്താവ് എല്ലാവർക്കും നൽകാറുണ്ട്, മഴ കർത്താവ് എല്ലാവർക്കും നൽകാറുണ്ട്, വെളിച്ചം കർത്താവ് എല്ലാവർക്കും നൽകാറുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ കർത്താവിൻ്റെ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ: കർത്താവേ, നിനക്ക് സ്വന്തമാരാ? ഇവിടെ ഒരു മഴ കർത്താവ് ഒരു മഴ അയക്കുമ്പോൾ ആ മഴ നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും എല്ലാം അനുഗ്രഹമായിട്ട് തീരുകയാണ്. എന്നാൽ കർത്താവ് ഇങ്ങനെ ചോദിക്കാം: കർത്താവേ, ഇതിൽ നിന്റെ സ്വന്തമെന്ന് പറയുവാൻ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും: എൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ.
അതാണ് കർത്താവിൻ്റെ സ്വന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഗൗരവം, ആ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സഭ എന്നാൽ എന്താണ്? മൂന്നാമത്തെ ആ ആശയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു മതി. ഇവിടെ അടുത്ത ഒരു ആശയം എന്താണ് സഭ എന്നാൽ എന്താണ് എന്നുള്ളതിന് ആ വായിച്ച വേദഭാഗത്തുണ്ട്. 20-ന്റെ 28-ാം വാക്യമാണ്, നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. കർത്താവിൻ്റെ ഒരു പ്രത്യേക സമ്പത്താണ് ദൈവസഭ എന്നുള്ളത്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ. ഒന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. 2, കർത്താവിൻ്റെ സ്വന്തമാണ്. 3, ഇതൊരു പ്രത്യേക സമ്പത്ത്. ആരുടെ സമ്പത്താ? കർത്താവിൻ്റെ സമ്പത്ത്. കർത്താവിൻ്റെ സമ്പത്താണ് നാം ഓരോരുത്തരും. ദൈവസഭ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. കാരണം അതിൻ്റെ പിൻപിലുള്ള ആ മുതൽ മുടക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളത് ആ വായിച്ച വേദഭാഗത്ത് തന്നെ ഉണ്ട്. തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ. കർത്താവിന് സ്തോത്രം. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ. പഴയ നിയമത്തിലെ ഇസ്രായേലും ദൈവത്തിൻ്റെ സമ്പത്തായിരുന്നു. നാം തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ അത് വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലുമൊക്കെ ആ പദപ്രയോഗമുണ്ട്. 4-ന്റെ 7-ലും 19-ന്റെ 5-ലുമൊക്കെ ആ പദപ്രയോഗം, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്താണ്. പക്ഷേ ആ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനെ വേർതിരിച്ച് ദൈവം നേടിയ സമ്പത്താണ്, അല്ലെങ്കിൽ ദൈവം എടുത്ത സമ്പത്താണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷേ സഭയെന്ന് പറഞ്ഞാലോ കേവലം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആഹ്വാനത്തിൻ്റെയോ പിൻപിൽ ഇറങ്ങിയതല്ല. ഇതിൻ്റെ പിൻപിലെ മുതൽ മുടക്കെന്ന് പറയുന്നത് എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവിന് പറയുവാനുള്ളത്, എൻ്റെ സ്വന്തം രക്തത്തിൻ്റെ സമ്പാദ്യമാണ് ദൈവസഭ എന്നുള്ളത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആരും നിർബന്ധിച്ചല്ല, ദൈവസഭയെ സമ്പാദിപ്പാൻ വേണ്ടി അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെ പറയട്ടെ, തൻ്റെ ചങ്കിലെ ചോരയുടെ വിലയാണ് ദൈവസഭ എന്നുള്ളത്. പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഇങ്ങനെ പറയട്ടെ, നാം ഓരോരുത്തരും ഈ സംസാരിക്കുന്ന ഞാനും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് രാത്രി പറയട്ടെ, കർത്താവിൻ്റെ ചങ്കിലെ ചോരയുടെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഗൗരവം, ആ മഹത്വം നാം എപ്പോഴും തിരിച്ചറിയണം. പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ, ദൈവസഭ എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ സമ്പത്താണ്. കേവലം വെറുതെ തിരഞ്ഞെടുത്ത ഒരു സമ്പത്തല്ല. പഴയ നിയമത്തിലെ ഇസ്രായേലിനെ അബ്രഹാമിന്റെ വിളിയോടുകൂടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു സമ്പത്താണെങ്കിൽ, പുതിയ നിയമത്തിലെ സഭ എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ചങ്കിലെ ചോരയാൽ തിരഞ്ഞെടുത്തതാണ്. കർത്താവിൻ്റെ ചങ്കിലെ ഓരോ തുള്ളി ചോരയുടെയും വിലകളാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ട്. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് സഭയെക്കുറിച്ച് പറയുന്നത്. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമസഭ എന്നാൽ എന്ത് എന്നുള്ള ആ ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ തിരുവഴുത്തിലുണ്ട്. എന്നാൽ നാം ഇന്ന് രാത്രി 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. 2, കർത്താവിൻ്റെ സ്വന്തം ജനം. 3, കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ സമ്പത്താണ് ഈ ദൈവസഭ എന്നുള്ളത്. അത് നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം.
നാളുകൾ മുൻപോട്ട് പോയാലും, കാലങ്ങൾ എത്ര മുൻപോട്ട് പോയാലും, ആ തലമുറകൾ എത്ര മുൻപോട്ട് പോയാലും ഈ ഗൗരവം എൻ്റെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഇതെന്റെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ, ഈ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, ദൈവസഭയോടുള്ള കൂറ്, ദൈവസഭയോടുള്ള താല്പര്യം, ദൈവസഭയോടുള്ള സ്നേഹം, ദൈവസഭയുടെ മഹത്വം, ഇതെല്ലാം എന്നിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. വെറുതെ ഇറങ്ങി തിരിച്ചവരുടെ കൂട്ടമല്ല, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കർത്താവിൻ്റെ സ്വന്തം, വേറെ ആരുടെയും കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവിൻ്റെ പ്രത്യേകമായ സമ്പത്താണ്. ആ സമ്പത്തിൻ്റെ പിൻപിലുള്ള മുതൽ മുടക്കെന്ന് പറയുന്നത് എങ്ങനെ വാങ്ങി എന്ന് ചോദിച്ചാൽ അത് കർത്താവിൻ്റെ. അതുകൊണ്ട് ആ പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ആ ചങ്കിലെ ചോരയാൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭ എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. കർത്താവിൻ്റെ ചങ്കിലെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ചങ്കിൽ നിന്ന് വന്ന ആ ഓരോ തുള്ളി ചോരയുടെയും വിലയാണ് ദൈവസഭ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സഭയോടുള്ള ആ താല്പര്യം നമ്മൾ വർദ്ധിച്ചു വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്ന വിഷയം, നമ്മൾ പുതിയ നിയമസഭയുടെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് ഒരു പ്രാരംഭം എന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ് ആ വിഷയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന്, ഈ സഭ അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്നുള്ളത് രണ്ടു വിധത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഒന്ന്, അത് സാർവത്രിക സഭയും, രണ്ട്, ഒരു പ്രാദേശിക സഭയുമാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ചും ലോക്കൽ ചർച്ചും. സാർവത്രിക സഭയും പ്രാദേശിക സഭയും ഇതെന്താണെന്നുള്ളത് നമുക്കറിയാം. സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുമ്പോൾ, പെന്തക്കോസ്ത് നാൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വരെയുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സാർവത്രികമായ സഭ. പെന്തക്കോസ്ത് നാൾ മുതൽ, അതായത് ദൈവസഭയുടെ ആരംഭം മുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ, അന്നാണല്ലോ സഭയുടെ വാതിൽ അടയുന്നത്. പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനത്താൽ സഭയുടെ വാതിൽ തുറന്നുവെങ്കിൽ ആ സഭയുടെ വാതിൽ ഇനി അടയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവോടുകൂടെയാണ്. അന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സാർവത്രികമായ സഭ. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭ അത് സാർവത്രികമായ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ചാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് ഇരുന്നു. ആ സഭ എന്ന് പറയുന്നത് സാർവത്രികമായ സഭയാണ്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ടൊന്നും കാണുകയില്ല, ദൃശ്യമല്ല. അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതൊരു സാർവത്രിക സഭ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. സാർവത്രിക സഭയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലുമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സാർവത്രിക സഭ. അതിന് ഏതെങ്കിലും ഒരു അതിർവരമ്പുകളൊന്നും അതിനില്ല. ലോകത്തുള്ള എല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാവരും, അവിടെ ഇപ്പം ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ ഇതൊന്നും അവിടെ വ്യത്യാസമില്ല. ഏതൊരു വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നോ ആ വ്യക്തി സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്. ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, സാർവത്രിക സഭയിൽ മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കൾ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. മക്കളുണ്ട്, കൊച്ചുമക്കൾ ഇല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ആ 2 കുഞ്ഞുങ്ങളും ഈ സഭയുടെ, സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരുകയില്ല. ഒരുപക്ഷെ ഞാനും എൻ്റെ ഭാര്യയും രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്, യൂണിവേഴ്സൽ ചർച്ചിന്റെ അംഗങ്ങളാണ്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവർ ഈ യൂണിവേഴ്സൽ സാർവത്രിക സഭയുടെ അംഗങ്ങളല്ല.
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് ഇരുന്നു എന്നാണ് വായിക്കുന്നത്. അത് സാർവത്രികമായ സഭയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് സാർവത്രികമായ സഭയാണ്. കർത്താവ് പണിയുവാൻ പോകുന്ന ആ സഭയെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ഇനി അതിനോട് ചേർന്ന് ഒരു വിഷയം കൂടെ ഇങ്ങനെയൊന്ന് പറയട്ടെ. ഈ സഭയിൽ അംഗത്വം ഒറ്റ വഴിയിലൂടെ ഉള്ളൂ, ആത്മീയ ജനനം. ആത്മീയ ജനനം. ഒരു വ്യക്തി യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് അവനല്ലെങ്കിൽ അവൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമ്പോൾ ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരും. പേരുകൊണ്ട് ഒരു ബ്രദറൻ സഭയിൽ അംഗമായതുകൊണ്ടോ, സ്നാനപ്പെട്ടതുകൊണ്ടോ, കർത്തൃമേശ എടുത്തതുകൊണ്ടോ, നാളുകളായി ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ സാർവത്രിക സഭയുടെ അംഗമായി തീരുകയില്ല. ഒരുപക്ഷെ ഒരു പ്രാദേശിക സഭയുടെ അംഗം എന്ന നിലയിൽ പുറമേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിൽക്കാമായിരിക്കും. പക്ഷേ സാർവത്രിക സഭയുടെ അംഗമായി തീരണമെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് മാതാപിതാക്കളായ നമ്മൾ ഈ നാളുകളിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ അടുത്ത തലമുറയൊക്കെ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആ ഒരു ബോധ്യം നാം ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ പല വ്യത്യസ്തമായ ബാലസംഘത്തിൻ്റെ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ അല്ലെങ്കിൽ VBSൻ്റെ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ദൈവദാസന്മാര് രക്ഷയെക്കുറിച്ചുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ചില കുഞ്ഞുങ്ങളിൽ യഥാർത്ഥമായിട്ടുള്ള രക്ഷയെക്കുറിച്ചുള്ള താല്പര്യം വന്ന് അവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ കൈകൾ ഉയർത്തുന്നത് കണ്ടുകൊണ്ട് വെറുതെ കൈകൾ ഉയർത്തും. അവരാരും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഹൃദയത്തിൽ പാപബോധത്തെക്കുറിച്ചുള്ള ആ ബോധ്യമുണ്ടായി യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ ഒരുപക്ഷെ ചില കുഞ്ഞുങ്ങൾ മറ്റുള്ളവരൊക്കെ ഈ കൈകൾ ഉയർത്തുമ്പോൾ അവരോട് ചേർന്ന് അങ്ങ് കൈകൾ ഉയർത്തും. വീട്ടിൽ വന്ന് പറയും, നമ്മൾക്ക് സന്തോഷം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കും ഉണ്ടാകുന്നു. നമ്മളത് സഭയിലൊക്കെ സാക്ഷ്യം പറയുന്നു. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ ആ രക്ഷയുടെ വിത്ത് അവനിൽ അല്ലെങ്കിൽ അവളിലില്ല. കാരണം എന്താണ്? അന്ന് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടതല്ല. ഒരുപക്ഷെ പ്രാദേശിക സഭയിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടെങ്കിലേ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരുകയുള്ളൂ. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: കർത്താവേ, ഞാൻ സാർവത്രിക സഭയുടെ അംഗമാണോ? കോട്ടയം ടൗൺ ബ്രദറൻ സഭയുടെ അംഗമായിരിക്കാം, മല്ലശ്ശേരി സഭയുടെ ഒരു അംഗമായിരിക്കാം, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു സഭയുടെ അംഗമായിരിക്കാം ഞാൻ. അതല്ല ചോദ്യം. കർത്താവേ, സാർവത്രിക സഭയുടെ അംഗമാണോ ഞാൻ? ദൈവസഭയുടെ അംഗമായി ഞാൻ തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആരായാലും കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാണ്. ഈ നാളുകളിലൊക്കെ അനേക ദൈവദാസന്മാർക്ക് അതായത് ഈ നാളുകളിലൊക്കെ അനേക ദൈവദാസന്മാരോട് യൗവനക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമൊക്കെ, അങ്ങളെ, ഞാൻ അന്ന് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടില്ല, പക്ഷേ സ്നാനപ്പെട്ടു, ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥമായിട്ടുള്ള രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള അനേക കുഞ്ഞുങ്ങൾ ഈ നാളുകൾ ദൈവദാസന്മാരെ വന്ന് കാണാറുണ്ട്. ചില നാളുകൾക്ക് മുൻപ് ഒരു സ്ഥലം സഭയിൽ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാ ക്ലാസ് എടുത്തത്. സ്നാനപ്പെടുവാൻ സഭയിൽ സാക്ഷ്യവും പറഞ്ഞതാ. പക്ഷേ രാത്രിയിൽ ആ 17-18 വയസ്സുള്ള ആ യുവ സഹോദരന് രക്ഷയുടെ ബോധ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ രാത്രിയിൽ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു.
മാതാപിതാക്കളായ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ 6 or 7 വയസ്സുള്ളപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരോട് അതിനെക്കുറിച്ചുള്ള ആ ബോധ്യം അവരുടെ ഹൃദയത്തിൽ നാം പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി മാതാപിതാക്കളായ നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ അവരെ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന സഭയിലുള്ള ദൈവദാസന്മാരോ അല്ല ആ ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ള ആരുടെയെങ്കിലും അടുക്കൽ കൊണ്ടുപോയി ആ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അതുകൊണ്ടാണ് ഈ നാളുകളിലൊക്കെ കാരണം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക്, യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാ ദൈവസഭയോട് താല്പര്യം വരുന്നത്? ദൈവവചനത്തോട് എങ്ങനെയാ താല്പര്യം വരുന്നത്? കർത്താവിനെ ഭയപ്പെടണമെന്നുള്ള താല്പര്യം എങ്ങനെ വരും? കർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള താല്പര്യം എങ്ങനെ വരും? അവനിൽ രക്ഷയുടെ ആ വിത്ത് വീണിട്ടില്ല. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരിക്കും, രക്ഷയുടെ അനുഭവം അവനിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവളിൽ ഉണ്ടായിട്ടില്ല, സാർവത്രിക സഭയുടെ അംഗമായി തീർന്നിട്ടില്ല. വളരെ ഗൗരവത്തോടെ ആ വിഷയം ചിന്തിക്കേണ്ടതാണ്. പുതിയ നിയമസഭ 2 വിധത്തിലുണ്ട്. അതിൽ ഒന്ന് സാർവത്രിക സഭയാണ്, യൂണിവേഴ്സൽ ചർച്ചാണ്. അവിടെ ആരാണുള്ളത്? അവിടെ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. കർത്താവിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കൾ ആരുമില്ല. ഞാനൊരു ദൈവദാസനായതുകൊണ്ട് എനിക്ക് കർത്താവ് തന്ന 2 കുഞ്ഞുങ്ങളും അവരും ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരുകയില്ല. അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുമ്പോൾ അവർ ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ഈ നാളുകളിൽ ആ രക്ഷയുടെ ആ ബോധ്യം അവരുടെ ഹൃദയത്തിൽ നാം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കേവലം എൻ്റെ കുഞ്ഞങ്ങ് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകരുത്. ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വന്ന് യഥാർത്ഥമായി അവർ രക്ഷിക്കപ്പെടുവാനിടയായി തീരണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരണം. അനേക കുഞ്ഞുങ്ങൾ 5 or 6 വയസ്സിലൊക്കെ അവർ ഇങ്ങനെ വന്ന് വീടുകളിൽ പറഞ്ഞതിന് ശേഷം അല്പം കൂടെ ഒക്കെ പ്രായമാകുമ്പോൾ അവരുടെ മാതാപിതാക്കളോ സൺഡേ സ്കൂൾ അധ്യാപകരോ ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ യഥാർത്ഥമായി ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വരുന്നത് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നാളുകളിലൊക്കെ അടുത്ത ഒരു തലമുറയ്ക്ക് ദൈവവചനത്തോടും ദൈവസഭയോടും യാതൊരു കൂറോ താല്പര്യവും ഇല്ലാതൊക്കെ പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാലം അതിൻ്റെ അന്ത്യത്തിൽ നീങ്ങുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ യഥാർത്ഥമായി വചനത്തിന്റെ വിത്ത് അവരുടെ ഹൃദയത്തിനുള്ളിൽ വീണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടോ? അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാനിടയായി തീർന്നിട്ടുണ്ടോ? അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം തീർന്നല്ലോ. വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ബാക്കിയുള്ള വിഷയം കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. പുതിയ നിയമസഭ എന്നുള്ളത് അതേറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണ്. കർത്താവിൻ്റെ ചങ്കിലെ ചോരയുടെ വിലയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ വില കർത്താവ് ഒന്നും കൊടുക്കുവാനില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം ഓരോരുത്തരും, കർത്താവെ, ഞാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, കേവലം ഇറങ്ങിത്തിരിച്ചവരല്ല, നീ തിരഞ്ഞെടുത്തതാണ്, നീ എന്നെ വിളിച്ചതാണ്, നീ എന്നെ വിളിച്ചു വേർതിരിച്ചതാണ്, നിന്റെ സ്വന്തമാണ് ഞാൻ, പ്രത്യേകമായ ഒരു സമ്പത്താണ്, അതിൻ്റെ പിൻപിലെ മുതൽ കർത്താവെ അങ്ങയുടെ ചങ്കിലെ ചോരയാണ്. അതുകൊണ്ട് ആ ഗൗരവത്തോടുകൂടെ നാം ഓരോരുത്തരും നമ്മുടെ സ്ഥലം സഭയിൽ നിൽപ്പാനായിട്ട്, ദൈവസഭയെ സ്നേഹിപ്പാനായിട്ട്, ദൈവസഭയുടെ മഹത്വം തിരിച്ചറിയുവാനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.